ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. അത്യാവശ്യം പറ്റുന്നതൊക്കെ ഞാനിതിനകത്ത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ചെടിയൊക്കെ നോക്കുക, അതിന് വെള്ളമൊക്കെ ഒഴിക്കുക, പിന്നെ മീനെയൊക്കെ നോക്കുക. ഇതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി. പിന്നെ ഞാൻ റൂമിൽ 2 ചെടി വെച്ചിട്ടുണ്ട്. ഒന്ന് മണി പ്ലാന്റ്, പിന്നെ ഉള്ളത് ഇതൊരു പീസ് ലില്ലിയാണ്. ഇത് പുറത്തിരുന്ന് കരിഞ്ഞ് നശിച്ചു പോയതാണ്. ഞാൻ പിന്നെ അകത്ത് കൊണ്ടുവന്ന് വെച്ചത് അത്യാവശ്യം ഇത്രയൊക്കെ വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മോളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുക. എഴുന്നേര് കുട്ടി. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ഹെയറിൽ ഇപ്പോൾ പുതിയൊരു സംഭവം ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് റോസ്മേരി വാട്ടറാണ്. ഇപ്പോൾ അത്യാവശ്യം യൂട്യൂബിലൊക്കെ നല്ല പോപ്പുലർ ആണല്ലോ, വൈറലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കി വെച്ചിരിക്കുക. എന്നിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ സ്കാൽപ്പിൽ ഫുൾ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് വെക്കും. എന്നിട്ട് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയത്തില്ല. എപ്പോഴാണോ കുളിക്കുന്നത് അപ്പം നോർമലി വാഷ് ചെയ്ത് കളയും. ചില സമയത്ത് നൈറ്റിൽ ആണ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നൈറ്റ് ഫുൾ അത് വെച്ചിട്ട് കിടന്നുറങ്ങും. അങ്ങനെ അതെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഞാൻ മുടി നന്നായിട്ട് ഇങ്ങനെ കെട്ടി അങ്ങ് വെക്കും. പിന്നെ മോളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളം കൊടുക്കും രാവിലെ തന്നെ. അത് കഴിഞ്ഞ് ഡോറ കാണാനായിട്ട് വന്നിരിക്കുക. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഡോറ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഡോറ കാണാനായിട്ട് ഞാൻ TV ഒക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ഡോറയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾ. ഞാൻ നോക്കിയപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അംഗൻവാടി പോകേണ്ട ദിവസമാണ്. അങ്ങനെ ഞാൻ ഹോംവർക്ക് ചെയ്യാനായിട്ട് എടുത്ത്. അപ്പോൾ ഒരു വത്തി ഹോംവർക്ക് എഴുതാൻ വരുന്നില്ല. ഡോറ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് നാളായിട്ട് ഡോറ വെച്ച് കൊടുത്ത് അതിങ്ങനെ ശീലമായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അടങ്ങി ഒതുങ്ങിയിരുന്നോളൂ. അങ്ങനെ ഡോറയും വെച്ച് കൊടുത്തുകൊണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്യിപ്പിക്കുക. ഹോംവർക്ക് ചെയ്യുമ്പോഴെല്ലാം TVയിലോട്ട് നോക്കിയിരിക്കുക. അങ്ങനെ ഒരുവിധം ബഹളമൊക്കെ കഴിഞ്ഞ് ഹോംവർക്കൊക്കെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദോശയായിരുന്നു കഴിക്കാൻ രാവിലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ദോശയുടെ കൂടെ ഞാനിങ്ങനെ ഉള്ളിയൊക്കെ വെച്ചിട്ടൊരു കറി സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഉള്ളി അരിഞ്ഞ് ചട്ടിയൊക്കെ വെച്ച് ഞാൻ കടുക് വറുത്ത്. അപ്പോൾ കടുക് വറുക്കാൻ എടുത്തപ്പോൾ കടുകിന് പകരം ഞാൻ തേയിലയായിരുന്നു എടുത്തത്. ബോട്ടിലൊക്കെ സെയിം ആയിരുന്നുകൊണ്ട് എനിക്ക് മാറിപ്പോയി. ഞാൻ ഇപ്പോൾ കടുക് വറുക്കുന്നതിന് പകരം തേയില ഇട്ടേനെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി എടുക്കും. സത്യം പറഞ്ഞാൽ ഇതെന്ത് കറിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തന്നെ കറികളില്ലാത്ത സമയങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ തട്ടിക്കൂട്ടി എടുത്ത് കഴിക്കുന്നതാണ്. ചോറിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. പിന്നെ വഴണ്ടി വന്നു കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടും. മുളക് പൊടിയോ വേറെ എന്തെങ്കിലുമൊക്കെ പൊടി വേണമെങ്കിൽ ഇടാം. ഞാൻ പക്ഷേ ജസ്റ്റ് മുളക് പൊടി ഉപ്പ് മാത്രം ഇട്ടേ എടുക്കുകയുള്ളൂ. അങ്ങനെ അത് സെറ്റായി. അപ്പോൾ ദോശയും ഇതുമാണ് ഞാൻ രാവിലെ കഴിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ മോളെ കുളിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ ക്യാമറ ഞാൻ വെച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് അതിനകത്തോട്ട് നോക്കി എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ മുടിയൊക്കെ സെറ്റാക്കി എടുത്തു. എന്തൊക്കെയോ എക്സ്പ്രഷനൊക്കെ വന്ന് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കരി തൊട്ട് കൊടുക്കുക. അപ്പോൾ കരി തൊടാൻ നേരത്ത് ഗോപിപ്പൊട്ട് വേണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ എത്ര വരച്ചാലും ഗോപിപ്പൊട്ട് ശരിയാവത്തില്ല. പക്ഷെ ഗോപിപ്പൊട്ട് തന്നെ അയാൾക്ക് വേണം. അങ്ങനെ അതൊക്കെ തൊട്ട് കൊടുത്തിട്ട് കൊള്ളാമെന്ന് പറയാം. അപ്പം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് അക്കോബ അങ്ങനെ എന്താ മെറ്റീരിയലിൻ്റെ പേര്. അപ്പോൾ ഒരു ലാവൻഡർ കളർ. അങ്ങനെ അത് കഴിഞ്ഞ് ദോശയൊക്കെ കൊടുത്തു. ആൾ അംഗൻവാടിയിലേക്ക് പോകാനായിട്ട് എല്ലാം സെറ്റായി. ടാറ്റയും പറഞ്ഞ് അംഗൻവാടിയിലേക്ക് പോവാണ്. അടുത്ത് തന്നെ അംഗൻവാടി, അങ്ങോട്ട് ജസ്റ്റ് നടന്നാക്കിയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അമ്മ അമ്പലത്തിൽ ഉത്സവത്തിന് കഞ്ഞിയും കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ദോശയായിരുന്നു കഴിച്ചത്. പിന്നെ എൻ്റെ ഹാൻഡ് ബാഗ്, ഇതൊക്കെ എൻ്റെ ഹാൻഡ് ബാഗ് കളക്ഷൻസാണ്. കുറച്ച് കൂടുതൽ ഹാൻഡ് ബാഗ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാൻഡ് ബാഗ്. അപ്പോൾ അത് ഇതുപോലെ 2 ബോക്സിലായിട്ടാണ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന ഹാൻഡ് ബാഗ് വെച്ചിട്ടുള്ളത്. പിന്നെ അല്ലാതെ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ബാലൻസ് ഹാൻഡ് ബാഗൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് എനിക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. എപ്പോഴും ഞാനിങ്ങനെ വലിച്ചെടുത്ത് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് കിടക്കുക. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് അടുക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇങ്ങനെ പുറത്തോട്ട് എടുത്തിടുകയാണ് ഹാൻഡ് ബാഗൊക്കെ. അപ്പോൾ സ്ലിംഗ് ബാഗ്സും ഉണ്ട്, ഹാൻഡ് ബാഗും ഉണ്ട്, രണ്ടും ഉണ്ട്.
ഇതാണ് കൂടുതലും ഞാൻ എപ്പോഴും മാറി മാറി യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഒരുപാട് ബാഗ്സിൻ്റെ കളക്ഷൻ ഉണ്ട്, വർഷങ്ങളായിട്ടുള്ള കളക്ഷൻസ് ഇതൊക്കെ. കാരണം എനിക്ക് ബാഗ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ അതുപോലെ നന്നായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് പുറത്തോട്ടിട്ടിട്ട് ചിലതൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ മടക്കി അതിനകത്ത് വെച്ചതിൻ്റെ ചില പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഹാൻഡ് ബാഗുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് അടുക്കി വെക്കണം. ഇതൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഇതൊരു വെൽബറ്റ് മെറ്റീരിയലാണ്. ഇതൊരു 3 വർഷമെങ്കിലും പഴക്കമുണ്ട് അതിന്. അപ്പോൾ അങ്ങനെ ഈ ബാഗെല്ലാം മടക്കി വെച്ചിരുന്നെല്ലാം ഞാൻ നേരെ ആക്കുക. എന്തെങ്കിലുമൊക്കെ ഡാമേജസ് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. ഇതുപോലെ ബാസ്ക്കറ്റിൽ വെക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ എംബ്രോയ്ഡറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ സൈഡിൽ ബീഡ്സ് വർക്കും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കൂടുതലും ഓൺലൈനിൽ തന്നെ വാങ്ങിച്ചിട്ടുള്ള ബാഗുകളാണ്. അജിയോ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുള്ള ബാഗുകളൊക്കെ തന്നെ എല്ലാം. ഇതിനകത്ത് ഫുള്ള് ബീഡ്സ് വർക്കുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബാഗാണത്. ഇത് ഞാനിപ്പോൾ ലേറ്റസ്റ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ബാഗാണ് അജിയോന്ന്. അപ്പോൾ ഇതിൻ്റെ വേറെയും ഷെയ്ഡൊക്കെ വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബാഗുകളാണ്. ഞാൻ ഇടയ്ക്ക് വാഷൊക്കെ ചെയ്യും. അപ്പോൾ ഇത് അഴുക്കായി മൊത്തത്തിൽ മോശമായി, എന്നാലും എനിക്കിഷ്ടപ്പെട്ടാണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കാം. പിന്നെ കുറേ പാർട്ടി വെയർ ബാഗുകളുണ്ട്. ഇതൊക്കെ ഞാൻ കവറിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. കാരണം ഫുള്ള് ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളത്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. അതിൻ്റെ ആ ഒരു പ്രൈസ് ടാഗ് പോലും കളഞ്ഞിട്ടില്ല. പിന്നെ ഇതുപോലെ ഒരു 3-4 ഉണ്ട് എനിക്ക് പാർട്ടി വെയർ ബാഗുകൾ. അതൊക്കെ അതിൻ്റെ ബീഡ്സ് ഒന്നും പോവാതിരിക്കാൻ പ്രത്യേകം പാക്കറ്റുകളിലാക്കിയൊക്കെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെ 2 ബോക്സ്, ഞാനത് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ബോക്സായിരുന്നു. ഒരു 3 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്താണ് ഞാൻ 2 സെക്ഷനായിട്ടെല്ലാം അടുക്കി വെക്കുന്നത്. അപ്പോൾ ഇതെനിക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ബാഗാണ്. എനിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള, സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു ബാഗാണ്. ഇത് നമുക്ക് വാലറ്റായിട്ടോ സ്ലിംഗ് ബാഗായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വള്ളി നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്ന സ്ട്രാപ്പാണ്. അപ്പോൾ ഞാനത് ഊരി മാറ്റി വച്ചിരിക്കുക. അങ്ങനെ എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്തു. പിന്നെ വലിയ ബാഗുകളൊക്കെ ഈ ഒരു ബോക്സിനകത്തോട്ട് സെറ്റ് ചെയ്തു. എന്തായാലും മടക്കി അല്ലാതെ വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ മടക്കിയൊക്കെ വെച്ചു. 2 ബാഗിലും കൂടി 2ഉം സെറ്റാക്കി എല്ലാം അടുക്കിയൊക്കെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിഷുവിന് ഇടാൻ വേണ്ടിയിട്ട് മോക്കൊന്ന് 2 ട്രഡീഷണലായിട്ടുള്ള ഡ്രസ്സ് തയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽസൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ വർഷവും വിഷു ദിവസമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിഷു ദിവസമായിരുന്നു മോളുടെ ബർത്ത്ഡേ വന്നിട്ടുണ്ടായിരുന്നു, ഏപ്രിൽ 15. പക്ഷേ ഈ പ്രാവശ്യം ഏപ്രിൽ 14 എങ്കിൽ ഏപ്രിൽ 15 മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ട്രഡീഷണലായിട്ടുള്ള കുറച്ച് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ബെഡ്ഷീറ്റും കൂടി കട്ടായിപ്പോയി. അങ്ങനെ ഞാനൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രോക്കായി പ്രാവശ്യം അടിച്ചത്. കാരണം പാവാട ഉടുപ്പിടുമ്പോൾ ആൾക്കൊരു കംഫർട്ടബിൾ ഇല്ലാത്ത പോലെ അങ്ങനെ ഫ്രോക്ക് അടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കണ്ടിന്യൂറ്റി പോയി. ഞാൻ കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞാൽ ഒരു പൊട്ട് മാത്രമേ വെക്കുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ സ്നാക്കും തേയിലവെള്ളം കൂടി കുടിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം പുറത്തൊക്കെ വന്നിരുന്നു. അപ്പോൾ ഒന്ന് വീട്ടിലേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായി വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ വീട്ടിൽ വന്നു. എത്ര ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല കാറ്റാണ്. തീരപ്രദേശം ആയതുകൊണ്ടായിരിക്കും നല്ല അടിപൊളി കാറ്റാണ്. അങ്ങനെ അവിടെ വന്ന് കുറേ നേരം അവിടെ ഞങ്ങൾ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യയൊക്കെ ആവാറായി. പിന്നെ മോള് സൈക്കിൾ ചവിട്ടാനായിട്ട് ഇറങ്ങി. ഒന്ന് സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു വിധത്തിലും ആൾ കാലുകൊണ്ട് ചവിട്ടുന്നില്ല. ഇതുപോലെ തുഴഞ്ഞൊക്കെ കൊണ്ടുവരത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞിട്ടും ചവിട്ടത്തില്ല. സൈക്കിൾ വെച്ചിട്ട് എന്തൊക്കെ കോപ്രായങ്ങളുണ്ടോ അതൊക്കെ കാണിക്കും. പക്ഷേ കാല് വെച്ച് അത് ചവിട്ടുന്നില്ല. അങ്ങനെ കുറേ നേരം സൈക്കിളുമായിട്ടൊക്കെ ഇരുന്ന് കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചായ കൊണ്ടു തന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും കഴിക്കാമെന്നും പറഞ്ഞ് അമ്മ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് പോയി. അങ്ങനെ അമ്മ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ അവിടെ തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടല്ലേ, തണ്ണിമത്തനൊക്കെ എപ്പോഴും വാങ്ങിച്ചു വെക്കും. അങ്ങനെ തണ്ണിമത്തനൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് മുട്ടയൊക്കെ പൊളിച്ച് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി. അങ്ങനെ അവിടുന്ന് രാത്രി ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് രാത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പോകാനായിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി.
തിരിച്ചിറങ്ങി വീട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് രാവിലത്തെ കഞ്ഞിയും കറിയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിലെ കഞ്ഞിയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരിച്ചേ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.